ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രാവൽ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് UAE-യിലാണ്. UAE-യിലുള്ള ഒരു എമിറേറ്റ് ആയ റാസൽ ഖൈമയിലാണുള്ളത്. അപ്പോൾ നമ്മൾ റാസൽ ഖൈമയിലുള്ള അടിപൊളി സ്ഥലമായ ജബൽ ജെയ്സിലേക്കാണ് ഇന്നത്തെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞാൽ UAE-യിലുള്ളവർക്കൊക്കെ മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. ഇത് വലിയൊരു മലയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ്, അതേപോലെ ഭയങ്കര തണുപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലത്ത് കൂടെ പോയപ്പോൾ എനിക്ക് നമ്മളെ നാടിന് വല്ലാതെ ഓർമ്മ വന്നു. കാരണം നമ്മൾ നാട്ടിലുള്ള ഏതോ ഒരു ചെറിയ സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം പനകളും മരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മളെ നാട്ടിലുള്ള തെങ്ങുകളും മരങ്ങളും കുന്നുകളൊക്കെ ആയിട്ട് അങ്ങനെയാണ് എനിക്കൊരു ഫീൽ വന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ. നമ്മളെ നാടിനെ വല്ലാതെ ഒരു മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു ഇത് കൂടെ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ പച്ചപ്പ് കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട് റാസൽ ഖൈമയിൽ. അധികവും ഞാൻ പച്ചപ്പ് കാണാറുണ്ട്. ഈ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറേ എന്താ പറയുക, റോഡും കുന്നും മാത്രം തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കാണുന്ന എന്താ പറയുക, ഈ മലകളിൽ ഓരോരോ എന്താ പറയുക ചിത്രപ്പണി പോലെ ഈ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ച പോലെ കേട്ടോ അങ്ങോളുള്ളത്. നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. പക്ഷെ അത് അങ്ങനെയല്ല, പ്രകൃതി ഇങ്ങനെയാണ് ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടാണ് നോക്കുക അതിലുള്ള ഓരോരോ കുത്തും പുള്ളികളൊക്കെ. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഇങ്ങനെ ഓരോ കുത്തുപണി ചെയ്ത് വെച്ച പോലെ അത്രയും ഭയങ്കര ഫീലാട്ടോ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ. സത്യം പറയാലോ, എനിക്ക് ഭയങ്കര അത്ഭുതം. ഇത് എത്ര കണ്ടാലും എനിക്ക് മതി വരില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങോളം നമ്മളിത് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് പോകും. കാരണം അത് എന്തൊരു ഭംഗിയിലാണ് ദൈവമേ ഇതിങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോവും. നമ്മളെ പ്രകൃതി എത്ര ഭംഗിയിലാണല്ലേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തൊരു ഭംഗിയാണ് നോക്കുന്നത് ഇങ്ങനെ ഓരോരോ ഇത് കണ്ട് ഇങ്ങനെ പോകാൻ, ആസ്വദിച്ച് പോകാൻ. എത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ്. എനിക്കിത് കാണുമ്പോൾ അങ്ങനെയായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണെന്നൊക്കെ തോന്നും, പക്ഷേ ഭ്രാന്തൊന്നും അല്ല കേട്ടോ. ഇത് കൂടെ ഒരു പ്രാവശ്യം സഞ്ചരിച്ച എല്ലാവർക്കും ഈ ഒരു ഫീല് തോന്നും. നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അറബികളെ വീടാ തോന്നുന്നുണ്ട്. ചെറിയ വീടുകളും അതുപോലെ റിസോർട്ടുകളും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല, എന്നാലും എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇനി അങ്ങോളം ഇങ്ങനെയാണ് നമ്മൾ താഴ്ന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂറുണ്ട് മുകളിലെത്താൻ. അത്രയും നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് അതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ. ഏറ്റവും ടോപ്പിലല്ല, പിന്നെ അതിൻ്റെ കുറച്ച് താഴെ. കാരണം ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. നമ്മൾ ബുക്കിങ്ങൊന്നും ചെയ്തിട്ടില്ല, തൽക്കാലം ഒന്ന് പോയിട്ട് വരാമല്ലോ എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പം ഞാനിതിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, എനിക്കിത് ഭയങ്കര എന്തോ ഒരു പ്രത്യേകതയൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയതാണ്, ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. നിങ്ങളും കാണും. ഇത് കണ്ടോ, ഇത് ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ലേ. ഇത് നോക്കും, ഓരോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല ഇങ്ങനെ കുത്തിവെച്ച പോലെയൊക്കെ. എനിക്ക് അങ്ങനെയാട്ടോ തോന്നുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് നേരം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ കുറച്ച് നേരം ഇത് കണ്ട് ആസ്വദിക്കുക. ഞാൻ അങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കുറേ വീടുകളും റിസോർട്ടുകളൊക്കെ പോലെ കാണുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെയൊക്കെ ചെറിയ രീതിയിലേ കാണുന്നുള്ളൂ, ഇതിലിങ്ങനെ കാണുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആടുകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്കത് കാണുന്നുണ്ടാവില്ല അല്ലേ, എനിക്കത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഏകദേശം മുകളിൽ എത്തി തുടങ്ങി കേട്ടോ. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി തുടങ്ങി. ട്രാവൽ ചെയ്ത് നമ്മളങ്ങനെ എത്തി. അപ്പോൾ നമ്മളെ ഏറ്റവും ടോപ്പിലല്ലാതെ കുറച്ചൊരു വേറൊരു ഏരിയ കണ്ടപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്കിംഗ് ചെയ്ത് വന്നു കേട്ടോ. സത്യം പറയല, തണുത്തിട്ട് വയ്യ. തണുപ്പ് എന്ന് വെച്ചാൽ എൻ്റെ അമ്മോ ഭയങ്കര തണുപ്പാണ്. കൈയൊക്കെ നമുക്ക് മരവിച്ച് പോണ തരത്തിലുള്ള തണുപ്പാണേ. അപ്പോൾ എൻ്റെ മോളുണ്ട് പറയുന്നു, അമ്മ എൻ്റെ കൈ മരവിച്ച് പോയെന്ന് തോന്നുന്നുണ്ട്, അനക്കാൻ പറ്റുന്നില്ല തണുത്തിട്ടെന്ന്. കാരണം നമ്മൾ ജാക്കറ്റും എല്ലാം നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടാണ് വന്നത്, ഒന്നും ഇട്ടില്ല. ഇത്ര തണുപ്പ് പ്രതീക്ഷിച്ചില്ല. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നിന്നെ ഞാൻ കുറച്ച് നേരം കെട്ടിപ്പിടിക്കാൻ, എന്നിട്ട് നമുക്ക് ആ വെയിലത്തോട്ട് നിൽക്കാൻ. വെയിലത്തല്ല, എവിടെ നിന്നിട്ടും കാര്യമില്ല, തണുപ്പിന് ഒരു മാറ്റമില്ല. ഒന്നൊന്നര തണുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്താക്കിയെന്നാൽ കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ താഴേക്ക് പോവാം. എന്നിട്ട് ഞാൻ ജാക്കറ്റ് ഇട്ടുതരാമെന്ന് അവളോട് പറയണം. അപ്പോൾ അവൾ പറയണം, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കട്ടെ അമ്മേ, എന്നിട്ട് പോവാമെന്ന്. അപ്പോൾ അവളെ രീതിയിൽ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ രീതിയിലും കുറേ വീഡിയോ ഒക്കെ പിടിച്ചു. എന്നിട്ട് നമുക്ക് മെല്ലെ താഴെ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട് താഴെ, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ
താഴേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പം മെല്ലെ നമ്മൾ താഴോട്ട് പോവുകയാണ്. അങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് നമ്മൾ മെല്ലെ പോയി. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ താഴെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അവിടെ എന്താ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫീ ഒക്കെ ഉണ്ട്. ഒരു 5 ദിർഹംസ് ആവും തോന്നുന്നുണ്ട്. ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഇവിടെ മുകളിലും താഴെയായിട്ട് നമുക്ക് ഫീസ് കൊടുക്കണം. ഒരു 5 ദിർഹംസ് എൻട്രൻസ് ഫീ ആയി കൊടുക്കാനുണ്ട്. 5 വയസ്സിന് താഴേക്കുള്ള മുകളിലേക്കുള്ള മക്കൾക്ക് 5 ദിർഹംസ് കൊടുക്കണം, ചെറിയ മക്കൾക്ക് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലം എന്താ പറയുക, എന്തൊരു ഭംഗിയായിട്ടാണല്ലേ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. നോക്ക്, നല്ല ഗ്ലാസ്സൊക്കെ ഈ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അവിടേക്കൊക്കെ ഓടിപ്പാഞ്ഞ് പോകുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് അവൾക്ക് ജാക്കറ്റ് ഇട്ട് കൊടുത്തു. ഞാൻ വലിയ സ്റ്റൈലാക്കാൻ വേണ്ടി ജാക്കറ്റൊന്നും ഇട്ടില്ല. പക്ഷേ എന്താ ഒരു ഷാൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഭയങ്കര തണുപ്പ്. പിന്നെ ഞങ്ങൾ താഴേക്കൊക്കെ ഇങ്ങനെ വെറുതെ നടന്നു മൊത്തത്തിൽ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടീൻ്റെ കണക്കൊക്കെ അങ്ങ് എടുത്തു. അടം വരെ എന്തായാലും നടക്കുകയല്ല. അപ്പോൾ നമുക്കിവിടെ എത്ര വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്കെടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു വശത്ത് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഭയങ്കര ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ടോ. കാരണം അത്രയും വ്യൂ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഇരുട്ടായി ഏകദേശം തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ഈ ബൈനോക്കുലർ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒടുക്കത്തെ തിക്കും തിരക്കുമായതുകൊണ്ട് ഞാൻ മെയിൻ്റാക്കാതെ പോയത്. ഇപ്പം നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ആ ബൈനോക്കുലറിലൂടെ കുറച്ച് നോക്കിയിട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കണ്ടില്ല, അതിനാണ് ഒടുക്കത്തെക്കാനും. അപ്പോൾ ഞാൻ എന്താക്കി അത് മാറ്റി വെച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് നിരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയല്ല, എന്തൊരു ഭംഗിയാണ്. നല്ല ഒരു സൺനെസ്റ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഐശ് എന്തൊരു ഭംഗിയാണ് കാണാൻ. ഞാൻ കുറേ നേരം നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ നല്ല മേരെ മുകളിലോട്ട് പോന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്കൊക്കെ ഉണ്ട്. കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. അപ്പോൾ അവിടേക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു എൻട്രൻസ് ഫീ ഉള്ളൂ, 5 ദിർഹംസേ ഉള്ളൂ. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് പോകണമെങ്കിൽ വേറെ ഫീ ഉണ്ട്. നമ്മളങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ട് എത്ര ഫീ എന്നറിയില്ല. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ ഒരു മിനുസ്സായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, കുറേ സ്റ്റെപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് കൂടെ പോയത്. മറ്റേ സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ കാല് വല്ലാതെ വഴുതുന്നുണ്ട് കേട്ടോ. മക്കളെ ഓടുന്നുണ്ട്, പായുന്നൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ കയറി. ഇവിടെ അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ലൊരു സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്ന് ഓരോ വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ ഏറ്റവും ടോപ്പ് വശമാണ് അത്. അവിടെയൊക്കെ എന്തൊരു രസമാണെന്ന് നോക്കുക. നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മകൾക്ക് കളിക്കാൻ വേണ്ടി കുറേ ഊഞ്ഞാലും അതല്ല എന്തൊക്കെയൊക്കെയോ ചെറിയ രീതിയിലൊരു പാർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. മോളയിൽ കൂടെ ഊഞ്ഞാലാടിയിട്ടും നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് കുറേ നോക്കാം, പിന്നെ വീഡിയോ ഒക്കെ ചെയ്തെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഒരു സന്ധ്യയായി തുടങ്ങിയപ്പോൾ മെല്ലെ പോവാമെന്നൊക്കെ വിചാരിക്കുക. കാരണം ഇപ്പം തന്നെ നമുക്കൊന്ന് ചെറുങ്ങനെ മൂക്കടഞ്ഞിട്ടും തൊണ്ടവേദനയൊക്കെ തുടങ്ങി. നല്ല തണുപ്പിൻ്റെ ഇത് വരുന്നുണ്ട്. കുറച്ചുകൂടി സന്ധ്യയായി നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായിരിക്കും. അപ്പം മെല്ലെ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കാരണം നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 തണുപ്പ് അതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്തി തുടങ്ങി. ഇനി നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോവും. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്ന് ചെയ്തൊക്കെയാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ലേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കാം. അപ്പോൾ എന്താ പറയുക, നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നന്നാക്കി കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.